ഹലോ ഞാൻ ഉണ്ണികൃഷ്ണനാണേ. ഞങ്ങളിന്ന് ഗുരുവായൂരാണ് കേട്ടോ ഉള്ളത്. ഗുരുവായൂർ വരുമ്പോഴെല്ലാം ഫുഡ് കഴിക്കാൻ മിസ്സാവുന്ന ഒരു സ്പോട്ടാണ് ഈസ്റ്റ് നടയിലുള്ള ഇന്ത്യൻ കോഫി ഹൗസ്. ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വാസമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ്. വെജിറ്റേറിയൻ ആണ് കേട്ടോ. ഒരുപാട് വർഷമായിട്ട് ഈ ഒരു ഹോട്ടൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം പഴയ ആംബിയൻസ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഏതൊരു ഇന്ത്യൻ കോഫി ഹൗസിൽ പോയാലും ആ ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെയുള്ളത്. ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് കേൾക്കുമ്പോഴേ ബീട്രൂട്ട് കൊണ്ടുള്ള കറികളും അതുപോലെ തന്നെ കട്ട്ലേറ്റും അതൊക്കെയാണ് മനസ്സിൽ വരാറുള്ളത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോട്ടലിൽ തന്നെ കയറിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു മസാല ദോശ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ മസാല ദോശ വന്നിട്ടുണ്ട്. അമ്പാടിക്ക് സുജയ്ക്കും പൂരി മസാലയാണ് പറഞ്ഞത്. നമുക്ക് കറികൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. മസാല ദോശ അത്യാവശ്യം വലിപ്പമുള്ളൊരു മസാല ദോശയാണ്. പൂരിയിലൂടെ കറി വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ഉണ്ടാക്കിയ ഒരു കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് വിട്ട് പിടിച്ചിട്ടില്ല ഗുരുവായൂരിലുള്ള ഇന്ത്യൻ കോഫി ഹൗസും. മസാലക്കറി ബീട്രൂട്ട് ആണെങ്കിൽ പിന്നെ മസാല ദോശയ്ക്കുള്ളിലുള്ള മസാലയും ബീട്രൂട്ട് തന്നെ ആയിരിക്കും. അപ്പം മസാല അത്യാവശ്യം ആ ഒരു മസാല ദോശയ്ക്കകത്തുണ്ട് കേട്ടോ. നല്ലൊരു ക്വാണ്ടിറ്റി തന്നെയുണ്ട്. നല്ല ചൂടും ഉണ്ടായിരുന്നില്ല. ചൂടോടുകൂടിയാണ് എപ്പോഴും ചെന്നാലും ഇന്ത്യൻ കോഫി ഹൗസിലെ ഫുഡെല്ലാം സെർവ് ചെയ്യുന്നത്. മസാല നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ നാട്ടിലെ മസാലയല്ല ഇവിടുത്തെ മസാലയുടെ രുചി. എൻ്റെ നാട് തിരുവനന്തപുരമാണ്. ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ മസാലയ്ക്ക് അവർ ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് മസാല ചെയ്തിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ രുചി തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് എടുത്ത് നിൽക്കുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കറികളുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു തക്കാളി ചമ്മന്തി സ്പെഷ്യലായിരുന്നു. സാധാരണ കടയിൽ തക്കാളി ചമ്മന്തി ഞാൻ കണ്ടിട്ടില്ല ഇന്ത്യൻ കോഫി ഹൗസിൽ. അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 3 കറികളാണ് ഈ ഒരു മസാല ദോശയിൽ അവർ ആഡ് ചെയ്തിട്ടുള്ളത്. മസാല ദോശയുടെ റേറ്റ് വരുന്നത് 90 രൂപയാണ്. ഗീ മസാല ദോശയാണ് നിങ്ങൾക്ക് 95 രൂപ ചാർജ് ചെയ്യുന്നതാണ്. സാമ്പാറിൻ്റെ രുചി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത് ഇവിടുത്തെ സ്റ്റൈലായിരിക്കാം. അപ്പോൾ ഞാൻ ലേശം മസാല കറിയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മസാല കറിക്ക് സെപ്പറേറ്റാണ് അവർ ചാർജ് ചെയ്യുന്നത്. 46 സംതിങ് ആണ് കേട്ടോ. പൂരിക്കും സെപ്പറേറ്റാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ മസാല ദോശയിലൂടെ ലേശം മസാല കറിയും കൂടെ ഒന്ന് കഴിച്ചു നോക്കി കേട്ടോ. മസാല കറി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു മധുരവും കൂടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കറി. അവർക്ക് രണ്ടുപേർക്കും ഫുഡ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന അതേ രുചി തന്നെയാണ് ഈ ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയത്. എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അവരുടെ സ്പെഷ്യൽ കോഫിയും കൂടെ ഉണ്ട് കേട്ടോ. അത് കുടിക്കാൻ നിങ്ങൾ ഒരു കാരണവശാലും മറക്കല്ലേ. ഇവരുടെ തന്നെ ആയിട്ടുള്ള കോഫി പൊടിയിലാണ് അവർ ഈ ഒരു കോഫി ഉണ്ടാക്കുന്നത്. കിടിലൻ രുചിയാണ് കേട്ടോ. 25 രൂപയാണ് കോഫിക്ക് അവർ ചാർജ് ചെയ്യുന്നത്. നാട്ടിൽ എപ്പോഴും ഇന്ത്യൻ കോഫി ഹൗസിൽ പോയാലും ഈ ഒരു കോഫി ഞങ്ങൾ മിസ്സാക്കാറില്ല കേട്ടോ. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഗുരുവായൂർ വരികയാണെങ്കിൽ ഈസ്റ്റ് നടയിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിലെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.